ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് പോലും നടക്കാനില്ല അനുപൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കടയിലേക്ക്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ടില്ലേ, കൂർക്കിയൊക്കെ തൊലി കളഞ്ഞ് കവറിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂർക്കിയൊക്കെ അവൈലബിൾ ആയ കാരണം എളുപ്പമാണ് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ. പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഔട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമായിരുന്നു. അതായത് വണ്ടിയിൽ കയറ്റുമായിരുന്നു അവർ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് എടുത്ത് പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ JR ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കയറി കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ ബാറ് പിന്നെ സിപ്പപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ. പഴയകാല ഓർമ്മകളിലുള്ളതാണ് ഈ സിപ്പപ്പ് എന്ന് പറയുന്നത്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് കുറേ കഴിച്ചിട്ടുണ്ട് ഈ സിപ്പപ്പ്. പക്ഷേ ഇപ്പോൾ ഉള്ള സിപ്പപ്പിനൊന്നും ആ ഒരു പഴയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അത്യാവശ്യം നല്ല ചൂടല്ലേ, പ്രത്യേകിച്ചും നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ചേഞ്ചാണ്. ഒന്ന് ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. പിന്നെ അപ്പോഴേക്കും പിന്നെ തിരിച്ച് പോകാറാവും. ഇത് തേൻമിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പഴയകാല മെമ്മറീസൊക്കെ. ഇവിടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നന്ദുവിനും ചൂച്ചുവിനൊക്കെ തേൻമിഠായി ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിലാണല്ലോ തേൻമിഠായിയൊക്കെ കിട്ടുക. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് വാങ്ങിക്കാറുണ്ട്. ഇതേ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പൂവമ്പഴം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, നമുക്ക് ബാംഗ്ലൂർ കിട്ടാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാനവിടെ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്ത് മാംഗോ ബാറൊക്കെ ഒന്ന് കഴിക്കുമായിരുന്നു. കുട്ടികളും ഇരുന്ന് കഴിക്കുന്ന ഒക്കെ ഉണ്ട്. ഈ ചൂട് സമയത്ത് നല്ല തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു സുഖമാണ്. ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കണതുണ്ട്. എന്താ പറയുക, അപ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്ദു TV കാണുന്നുണ്ട്, നന്ദും ചൂച്ചും ഒക്കെ TV കണ്ടിരിക്കുന്നുണ്ട്. അനുപണ്ട് പിന്നെ വർക്കിംഗ് ഡേ ആയ കാരണം വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന തിരക്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണല്ലേ. എത്ര ചൂടാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ജനിച്ച് വളർന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരിയല്ലേ? പ്രത്യേകിച്ച് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ആ ഒരു വൈബ് ശരിക്കും നല്ല അടിപൊളി തന്നെയാണ്. ഞങ്ങൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലേക്ക് ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നല്ല അടിപൊളി ചില്ലി ചിക്കൻ കിട്ടണ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് പൊറോട്ടയും അവിടുത്തെ നല്ല അടിപൊളി കേട്ടോ. നല്ല പൊറോട്ടയും നല്ല അടിപൊളി ചില്ലി ചിക്കനും വാങ്ങിച്ചു. ചെറാക്കുളം, അതായത് ചെറാക്കുളം അത് ബാർ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഞാൻ മുന്നും പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യണതൊന്നുമല്ല, പക്ഷെ ചില സമയത്ത് വാങ്ങിക്കുമ്പോൾ അത്ര നല്ലത് കിട്ടാറില്ല ചില്ലി ചിക്കൻ. എനിക്ക് തോന്നുന്നു ഷെഫ് മാറുമ്പോൾ ഒരു വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മിക്കപ്പോഴും അവിടുത്തെ ചില്ലി ചിക്കനും ചില്ലി പോർക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഒരുവിധ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. നന്ദുവിന് അതുപോലെ അനുപൻ്റെ അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളൊക്കെ നന്ദുവിനും ചൂച്ചുവിനെയൊക്കെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊമ്പാറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാനും കുട്ടികളും വന്ന് കുറച്ച് സമയം അവർക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രദറിൻ്റെ കുട്ടികളും വെക്കേഷൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമാണ് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. ഇപ്പോൾ കണ്ടോ, ബിങ്കോനെ പുതിയ കൂട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട്. ബിങ്കോ പലരും അറ്റാക്ക് ചെയ്തതിനൊക്കെ ശേഷം അതേ ബിങ്കോയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കൂട് കാര്യങ്ങളൊക്കെ പണിതു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബിങ്കോയ്ക്ക് എങ്ങനെയാണെങ്കിലും പുറത്ത് കിടക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അടുത്തേക്കൊന്നും പോയില്ല, ഞാൻ സൂം ചെയ്ത് വീഡിയോ എടുക്കുക ചെയ്തത്. ഇവിടെ പണി നടക്കുന്നുണ്ട്, വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അതായത് മുകളിലും ബാക്കിലും ഒക്കെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം പണിക്കാരും ബഹളവും വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ മിക്സിങ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇപ്പോൾ കുറേ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് ജംബോട്ടിക്ക എന്ന് പറയുന്ന സംഭവമാണ്. മരമുന്തിരിയോ അങ്ങനെ എന്തോ പറയില്ലേ, അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു ചെടിയുടെ
ആ ഒരു തടി ഭാഗത്ത് ഇതുപോലെ ഗ്രേപ്സ് പോലെയുള്ള സംഭവം ഉണ്ടാവും, ആ ഒരു ഡാർക്ക് കളറിലുള്ളത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കഴിക്കണത്. അപ്പോൾ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതുമ്പോൾ നിറയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പക്ഷികളൊക്കെ കുറേ കഴിച്ചു, വീട്ടിലുള്ളവരും എല്ലാവരും കഴിച്ച് അങ്ങനെ തീർന്നതാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു പേരക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ കുരു കാര്യങ്ങളുണ്ട്. നന്നായിട്ട് പഴുക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. കുറച്ച് പച്ചയാണെങ്കിൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ളായിട്ട് കളറ് മാറുമ്പോഴാണ് അടിപൊളി. കണ്ടോ, കുരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുമ്മ 2-3 നിൽക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അമ്മ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പഴുത്തത്. പിന്നെ അതും ഒക്കെ കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഫ്രൂട്ട്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി. ഒരുപാട് ഉണ്ടാവും, കണ്ടിട്ടുണ്ട് ആ ഒരു പല വീഡിയോസിലും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. മാവൊക്കെ വലിയ മാവുണ്ടല്ലോ, മാങ്ങ അടക്കം ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ രീതിയിലുള്ള മാവ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ലോൺ വീണ്ടും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഇവിടെയൊക്കെ നടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. കണ്ടോ, ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ മാവ്. അതുമ്പോൾ ഒരു മാങ്ങ കണ്ടില്ലേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഡ്രമ്മുകളിലൊക്കെ വെക്കണ ആ ഒരു ടൈപ്പ് സംഭവങ്ങളാണെന്ന് എനിക്ക് തോന്നണത്. നന്നായിട്ട് മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കണ കണ്ടിട്ടില്ലേ. പിന്നെ ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു ബോൺസായി, നല്ല ഷേപ്പിലൊക്കെ ഉള്ളൊരു സംഭവം. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന്. പിന്നെ ഇതൊരു ടൈപ്പ് ചെറിയാണ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കൃഷിയുടെ, ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനൊക്കെ ആയിട്ടുള്ള ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് ഈ സെയിം ഫ്രൂട്ട് ചെറി ടൈപ്പ് ആണെന്നെനിക്ക് തോന്നുന്നു. എനിക്കിതിൻ്റെ പേര് സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കഴിക്കണ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്, കുഴപ്പമില്ല. അപ്പോൾ അതിനും ഉണ്ട് കുരു. മിക്ക സംഭവങ്ങൾക്കും ആ ഒരു പൾപ്പ് സംഭവം വളരെ കുറവാണ്, ഉള്ളിൽ കുരുവാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലുള്ളത്. പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഇതാണ് അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. ഇതെന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറേ ആ ഒരു പ്ലാന്റിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ തൊലി മാത്രം നിൽക്കുന്നുണ്ട്, പക്ഷികളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ച് അനൂപേൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാനും അമ്മയും കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കുന്നത്, നമ്മുടെ സാധാരണ നാടൻ നാളികേര ചട്നി ഉണ്ടല്ലോ, നാളികേരം ചട്നി. അപ്പോൾ നാളികേരം, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. ഇതിൻ്റെ ഒന്നും റെസിപ്പി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കുകയാണ് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ദോശ ഇവിടെ ഇപ്പോൾ പാക്കറ്റിലൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ പാക്കറ്റ് അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. അതായത് ഈ തോറ്റമ്പാട്ട് എന്നൊക്കെ പറയില്ലേ, കളമെഴുതി പാട്ട് സംഭവങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനിടയിൽ അപ്പോൾ വേഗം ചട്നി, ദോശ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നി പിന്നെ ഇതൊന്ന് അരച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് കടുക് വറക്കുക, അങ്ങനത്തെ പരിപാടി മാത്രമല്ലേ ഉള്ളൂ, പെട്ടെന്ന് റെഡി ആവുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ദോശ വേഗം ഉണ്ടാക്കാം. സാധാരണ ഏപ്രിൽ ഫസ്റ്റിൽ ഈ ഒരു സമയത്തൊന്നും ഞങ്ങളങ്ങനെ വരാറില്ല. ഈ പ്രാവശ്യം എന്ന് പറയണത് ഈ ഒരു എന്താ പറയുക, കുടുംബക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞുവല്ലോ, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നത്. ഞാനൊരു 8-9 വർഷമൊന്നായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടാവാറില്ല. അതിനു മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് പോകാറുള്ളൊരു അമ്പലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അതുകൊണ്ട് തന്നെ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ട്. വളരെ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ കണ്ട് ശീലിച്ച കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, കടുക് വറുത്ത് ഇടലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്.
അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിനാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെയിം ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ കടുകും പിന്നെ ഉണക്കമുളക് എവിടെയാണെന്നൊക്കെ നോക്കുമായിരുന്നു. ഇവിടെ വല്ലപ്പോഴും വരുന്ന കാരണം ഒരുവിധ സംഭവങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കണതെന്നൊന്നും അറിയില്ല. അപ്പോൾ അനുവേണ്ട അമ്മയുടെ അടുത്ത് ചോദിക്കായിരുന്നു എവിടെയാന്നൊക്കെ. ആ ഒരു സമയത്ത് അനുവേണ്ട അമ്മ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അത് ഉണ്ടാക്കി, അങ്ങനെ ചട്നി റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുളിച്ച് എന്താ പറയുക, അതിനിടയിൽ കടുക് പൊട്ടിത്തെറിച്ചു. അതാണ് ഞാൻ ആ ടീഷർട്ട് എടുത്ത് തുടയ്ക്കണത് മുഖം. കടുക് പൊട്ടിത്തെറിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അത് തുടയ്ക്കാണ് ചെയ്യണത്. ഫ്ലെയിമും കൂടുതലാണ്, അപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറി സംഭവങ്ങളൊക്കെ ഉണ്ടായി. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കാനുള്ള നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ കുട്ടികളും നന്ദും ചൂച്ചും എല്ലാവരും കൂടി ആകുമ്പോൾ 6 കുട്ടികളാണ്. എന്താ പറയുക, അധികം ഏജ് ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം തന്നെ അവർക്കെല്ലാവർക്കും എന്താ പറയുക, നല്ല ഇഷ്ടമാണ് ഒരുമിച്ച് ഈ ഒരു സമ്മർ വെക്കേഷന് കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനിടയിൽ നമ്മുടെ ചട്നിയൊക്കെ റെഡി. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദോശ തവയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദോശ ഞാൻ പരത്തിയതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഞാൻ രാവിലേക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. കുറച്ച് രാവിലേക്ക് ഈ സമയത്ത് ഒന്ന് എന്താ പറയുക, ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും. വണ്ടികളൊക്കെ പോകുന്നതും ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പിന്നെ അതിനിടയിൽ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. അനുപൻ്റെ വീട്ടിൽ പിന്നെ രാവിലെ അങ്ങനെ ഹറിബറി കാര്യങ്ങളൊന്നുമില്ല, തിക്കും തിരക്കും സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് വൈകിട്ടൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എല്ലാവരും കുറച്ച് വൈകിട്ടൊക്കെ തന്നെയായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഞാനും കുറച്ച് സമയം എണീറ്റ് ഇതുപോലെയൊക്കെ വന്നിരിക്കും. അങ്ങനെ എന്താ പറയുക, എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നേരത്തെ എണീറ്റ് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും സാധാരണ രീതിയിൽ ഞാൻ 5 മണിക്കും ഒക്കെ എഴുന്നേൽക്കും. അവിടെ സ്കൂൾ ടൈമിംഗ് ഒക്കെ നേരത്തെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് തവയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കണത്. എന്നിട്ടും തന്നെ അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല സീസൺഡ് അല്ലാത്ത ഇരുമ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ പിടിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കണതും അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്, പക്ഷെ അത് പാളിപ്പോയി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ഉപയോഗിച്ച് അത്ര പ്രാക്ടീസ് ഇല്ലല്ലോ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നോൺ സ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള ഹെൽത്തി ഓപ്ഷൻസ് ആക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിന് ഒരുപാട് നല്ലതല്ലേ ഇതുപോലത്തെ അയൺ കണ്ടൻറ്റൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാനും ഒക്കെ നല്ലതല്ലേ. ഇപ്പം നല്ല സീസൺഡ് ആയിട്ടുള്ള ഇരുമ്പ് ചീനച്ചട്ടി, ദോശത്തവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ കുട്ടികളൊക്കെ എഴുന്നേറ്റ് അവർ മുറ്റത്ത് കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മണ്ണിലുള്ള കളികളൊക്കെ നല്ല ഇഷ്ടമാണ്. കുട്ടികളല്ലേ, അവിടെയാണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും മണലിൽ കളിക്കും. ഈ സാൻഡ് പാർക്കിലൊക്കെ എപ്പോഴും പോയി കളിക്കും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തന്നെ സ്ട്രെസ് റിലീഫിനും ഒക്കെ വളരെ നല്ലതല്ലേ ഇങ്ങനെ മണലിലൊക്കെ കളിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഓലമടൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനൊക്കെ ഇത് അങ്ങനെ കാണാത്ത കാഴ്ചകളല്ലേ. അപ്പോൾ നന്ദു ഓലമടൽ വലിച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത്, പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ പാളി ഉണ്ടല്ലോ, അടയ്ക്കാമരത്തിൻ്റെ ഒരു പാളയിൽ ഇരുന്നിട്ട് ഒരാൾ വലിക്കില്ലേ, അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനത്തെ ദോശ, ചട്നി, പിന്നെ ബോയിൽഡ് എഗ്ഗും അതൊക്കെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചു. അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വളരെ ചെറിയൊരു വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.